ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണോ? ഞാൻ ഭയങ്കരമായിട്ട് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കിഷ്ടമാണ് ഷോപ്പ് ചെയ്യാൻ. ഈ ഹൈപ്പർ മാർക്കറ്റും മോൾസൊക്കെ വന്നതോടുകൂടി നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ സ്റ്റൈലേ മാറിപ്പോയി. നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ അളവും നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ അളവും എല്ലാം കൂടി. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങുമ്പം നമുക്ക് വെയിൽ കൊള്ളാതെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ ഈ ഒരു മാളുകളായി മാറി. അതുകൊണ്ടുണ്ടായ ഗുണവും ദോഷവും ഉണ്ട്. ഗുണം നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറി, നമ്മളൊന്നും കൂടെ ആസ്വദിക്കുന്നു, സന്തോഷിക്കുന്നു. എല്ലാം കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കംഫർട്ടാണ്. കാരണം ഒത്തിരി വെയിലും അലച്ചിലും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന സംഭവം. അതോടൊപ്പം തന്നെ വേറൊരു ഭയങ്കര ഡ്രോബാക്സ് ഉണ്ട്. കാരണം നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുമ്പം ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ അവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം തീർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ഇവിടെ അതല്ല, അഡ്വാൻസ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നു. അതിൽ പലതും നമ്മൾ ഒരിക്കലും തുറന്നു പോലും നോക്കുന്നുണ്ടാവില്ല. വീണ്ടും അതേ കടയിൽ അല്ലെങ്കിൽ അതേ സിറ്റുവേഷനിൽ വരുമ്പോൾ അതേ സാധനം കാണുമ്പോൾ നമുക്ക് അട്രാക്ഷൻ തോന്നുന്നു, നമ്മൾ വീണ്ടും വാങ്ങിക്കൊണ്ട് വരുന്നു. ലൈഫിൽ നമ്മളത് ഉപയോഗിച്ചു കൊള്ളണം തന്നെ ഇല്ല. കാണുമ്പോൾ നമുക്കൊരു ഇത് വേണം, അത് നമ്മളെ വിട്ട് നമ്മൾ റീൽസ് കാണുന്നു, ഒരുപാട് ഫുഡ് ഐറ്റംസ് കാണുന്നു, ഒരുപാട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കാണുന്നു. അപ്പം നമ്മൾ കടയിൽ പോകുമ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതല്ലാതെ എക്സ്ട്രാ ഐറ്റംസും സാധനങ്ങളും ഒക്കെ കാണുമ്പോൾ ഇത് റീൽസിലാണ് അവർ ആ സാധനം ഉണ്ടാക്കിയപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പം നമ്മളും ഉപയോഗിച്ചേക്കാം, നമുക്ക് ആവശ്യം വരും. നമ്മൾ ആ ഡിഷ് ട്രൈ ചെയ്യുന്നുണ്ടോ? ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉപയോഗിക്കും. മോസ്റ്റ് ഓഫ് ആളുകൾ ഒരു പക്ഷേ ആ ഡിഷ് ട്രൈ ചെയ്തിട്ടേ ഉണ്ടാവില്ല. നമ്മളുണ്ടാക്കുമ്പോൾ നമ്മൾ ശീലിച്ച ശീലങ്ങൾക്കുള്ള സാധനം ഇടാനേ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവുള്ളൂ. ഈ പറഞ്ഞ വാങ്ങി വെച്ച സോസോ കാര്യങ്ങളോ ഒക്കെ വാങ്ങി വെക്കും. ഇതൊന്നും ഒരു പക്ഷേ നമ്മൾ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. കുറേ കാലം ഫ്രിഡ്ജിൻ്റെ മൂലയിൽ അത് അങ്ങനെ ഇരിക്കും, കുറേ കഴിയുമ്പോൾ എടുത്ത് കളയും. അതുപോലെ തന്നെ ഡ്രസ്സും, ഒരു കട കാണും, ഡ്രസ്സ് കാണും, നമ്മൾ വേണമെന്ന് വയ്ക്കും, വാങ്ങിക്കും. പക്ഷേ നമ്മൾ ആ ഡ്രസ്സ് ഒരു ഉപയോഗം കഴിഞ്ഞ് നമ്മുടെ അലമാരയിലുണ്ടാകും. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന സാധനം എടുത്തിടുന്നു, ബാക്കിയുള്ളത് അവിടെ തന്നെ കിടക്കുന്നു. കുറേ കഴിയുമ്പോൾ നമുക്കത് പാകമല്ലാതാവുന്നു, അല്ലെങ്കിൽ നമ്മളത് കാണുന്ന പോലും ഉണ്ടാവില്ല. ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നങ്ങളാണിത്. ഞാൻ പക്ഷേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഡ്രസ്സുകൾ അങ്ങനെ കേട് വന്നില്ലെങ്കിലും ഞാനത് പാകമാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് ഷെയർ ചെയ്യാറുമാണ് പതിവ്. പൊതുവെ എല്ലാ ഡ്രസ്സുകളും ഉപയോഗിക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ്. പക്ഷേ വാങ്ങി കൂട്ടുന്ന കാര്യത്തിൽ ഞാനും ബെസ്റ്റാണ്. ഇതിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു മാളിൽ കയറുന്നു, വെറുതെയെങ്കിലും കയറുന്നു, പക്ഷെ കാണുന്ന എന്തെങ്കിലും ഒരു സാധനമെങ്കിലും നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് മേ ബി നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ വേറൊരാളുണ്ട്, ക്രെഡിറ്റ് കാർഡ്. അപ്പം നമ്മൾ കാർഡ് വയ്ക്കുന്നു, സാധനം വാങ്ങുന്നു. അങ്ങനെ 2-3 വട്ടം വാങ്ങുന്നു. അടുത്ത മാസത്തെ ബില്ല് വരുന്നു, ചെറിയ എമൗണ്ടാണ് നമ്മൾ അടയ്ക്കുന്നു. ഒരു 25,000-30,000 സാലറി ഉള്ള ഒരാൾക്ക് ബാങ്കുകൾ കൊടുക്കുന്നത് 50,000-ൻ്റെ 1,00,000-ൻ്റെ കാർഡുകളായിരിക്കും. ആ കാർഡ് വെച്ചിട്ട് നമ്മൾ അത്ര തന്നെ ഒരു 25,000 രൂപ സാലറി ഉള്ള ഒരാൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 രൂപേൻ്റെ താഴെയുള്ള കാർഡ് ഉപയോഗിക്കാനേ കഴിയുള്ളൂ. കാരണം 25,000 രൂപ സാലറി ഉള്ള ആൾക്ക് അത്ര തന്നെ EMIs ഉണ്ടാവും. കാറിൻ്റെ ലോൺ ഉണ്ടാവും, വണ്ടിയുടെ ലോൺ ഉണ്ടാവും, വീടിൻ്റെ ലോൺ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി ലോണുകളുണ്ടാവും. ഫ്രിഡ്ജ് വാങ്ങിച്ചതിന് ലോൺ ഉണ്ടാവും, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതിന് ലോൺ ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് ഈ കാർഡും കൂടി കിട്ടുന്നത്. അപ്പം നമ്മുടെ ഡെയിലി പർച്ചേസിന് നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുന്നു, അതിനുള്ള ബില്ലാവുന്നു. ഈ മന്ത് നമ്മൾ അതെങ്ങനെയെങ്കിലും റോൾ ചെയ്ത് അടയ്ക്കുന്നു. അടുത്ത മാസം റോൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ അടുത്ത് ഉണ്ടാവില്ല, നമ്മൾ അഡീഷണൽ വീണ്ടും എടുക്കുന്നു. അങ്ങനെ വലിയൊരു ബാധ്യതയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി വേറൊരു പേഴ്സണൽ ലോണിനെ ആശ്രയിക്കും. അങ്ങനെ നമ്മൾ അപകടത്തിൽപ്പെടുന്ന ഒരുപാട് ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം. ഒരു വലിയ ബാധ്യതയുടെ അടിമയായി മാറുന്നു. ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഫ്ലോപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ്. അനാവശ്യമായ കടങ്ങൾ അല്ലെങ്കിൽ അനുകരണങ്ങൾ, മറ്റുള്ളവരത് കാണുമ്പോൾ അതുപോലെ ചെയ്യാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ അതിനോടുള്ള അട്രാക്ഷൻ്റെ മുകളിൽ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇടറി വീണേക്കാം. ശ്രദ്ധിക്കാം നമുക്കൊരുമിച്ച് നമ്മുടെ ജീവിതത്തിന് വേണ്ടി. നമുക്ക് താങ്ങാൻ പറ്റാത്ത വലിയൊരു കടമായിട്ട് ജീവിതം മുഴുവനും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കേണ്ടി വരും. ഒരു ഘട്ടം വരെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ലിമിറ്റിൻ്റെ മുകളിലേക്ക് പോയാൽ ആർക്കായാലും അത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു അവസ്ഥ നമ്മൾ
ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കുക, നമ്മളെ കുടുംബത്തെ ബാധിക്കുക ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാ മനോഹാരിതയും പണത്തിന് പണം തന്നെ വേണം. അതില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, അത് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് തന്നെ ജീവിക്കണം. എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, അതിൽ അത്യാവശ്യം എന്താണ്, നമ്മുടെ ആവശ്യം എന്താണ് എന്ന് കണ്ടറിഞ്ഞ് ചിലവാക്കി ജീവിച്ചാൽ അത് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അനുഭവങ്ങൾ കൊണ്ട് തോന്നിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഓക്കെ ആവണമെന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.